ഏതായാലും ഇങ്ങനെ ചിരിച്ച മുഖത്തോടെ ഭാര്യ ഭർത്താക്കന്മാരെ കാണാൻ നല്ല ചെയ്യല. കാർമേഘം മാറി ആകാശം തെളിഞ്ഞു പോലൊരവസ്ഥയാ ഇപ്പൊ ഞങ്ങക്ക്. അത് കാണാനും ഉണ്ട്. മോനെ, പരിപ്പോടെയാ. കുറച്ചുകൂടെ സമയം തന്നിരുന്നെങ്കിൽ കപ്പയും മീനും തരാന്ന് പറഞ്ഞതല്ലേ. ഇത് മതി അല്ല ദേവി? ദേവികയുടെ അഭിപ്രായം ചോദിക്കുന്ന കേട്ടോ. മീരയുടെ കേസിൽ അനുഭവിച്ചതിനേക്കാൾ മനപ്രയാസമായിരുന്നു തനൂജ് കാരണം അനുഭവിച്ചത്. അച്ഛൻ എന്തുമാത്രം നല്ല ആളാണെന്ന് ഒരിക്കൽ കൂടി മനസ്സിലായി. ആണല്ലോ, മനസ്സിലായല്ലോ. ശരി, എങ്കി സോറി പറ. ദേവികയോട് സോറി പറയടാ. നീ കുറെ ഷൈനിങ് നടത്തിയില്ലേ? ഈ പാവത്തിന് ഇനി പറയാൻ ബാക്കി വല്ലതും ഉണ്ടോ? ഒരു സോറി പറയടാ. പോട്ടെ, ഈ പയ്യൻസിനോട് തൽക്കാലം ഒന്ന് ക്ഷമിച്ചു കള മുരളേട്ടാ. ദേവിക ക്ഷമിച്ചോ, പക്ഷെ ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റില്ല. അന്ന് ദേവികയെ നേരെ ചൊവ്വെ ആഹാരം കഴിക്കാൻ പോലും സമ്മതിച്ചില്ല. ഓർമ്മയുണ്ടല്ലോ? എന്തായാലും അന്നത്തെ പരിഭവമൊക്കെ കഴിഞ്ഞല്ലോ. ഇനി അത് ഓർമ്മിപ്പിക്കണ്ട. ഒരിക്കൽ കൂടി ഇതുപോലെ സംഭവിച്ചാ അന്നിടപെടാം. അതൊക്കെ പിന്നത്തെ കാര്യം. ഇപ്പൊ സോറി പറഞ്ഞേ പറ്റൂ. നീ ദേവികയോടും സോറി പറയണം, ഞങ്ങളോടും സോറി പറയണം. ദേവികയ്ക്ക് വേണ്ടി സംസാരിച്ചതിന് ഞങ്ങളെയും കുറെ ചീത്ത പറഞ്ഞല്ലേ? എന്റെ ഭർത്താവിനെ കൊണ്ടേ ആരോട് സോറി പറയിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആഹാ, അത് കൊള്ളാലോ. പക്ഷെ ഞാൻ പറയുമെങ്കിലോ? നിന്നെ വിഷമിപ്പിച്ചതിന് സോറി. നന്ദു, അയ്യോ മോനെ, മുരളി വെറുതെ പറഞ്ഞതാ, ഒരു തമാശക്ക്. മുരളി തമാശക്കാണ് പറഞ്ഞെങ്കിലും ഞാൻ കാര്യമായിട്ട് ക്ഷമ പറഞ്ഞേ. നിങ്ങളുടെ മുന്നിൽ വെച്ച് ഞാൻ ദേവിയെ ആക്ഷേപിച്ചു. അന്ന് ഇവിടെ കഴിച്ചുകൊണ്ടിരുന്നപ്പോ ദേവി ഒരു തമാശ കാണിച്ചതിന് ഞാൻ ദേഷ്യപ്പെട്ടു. അച്ഛന്റെ ഭാഗം പറഞ്ഞതിന് ഇവളോട് ഞാൻ അവജ്ഞയോട് സംസാരിച്ചു. അതുകൊണ്ട് തന്നെ ക്ഷമ ചോദിക്കണം. ആ ക്ഷമ ചോദിക്കൽ എല്ലാത്തിനും സാക്ഷികളായി ഇവരുടെ മുന്നിൽ വെച്ച് തന്നെ വേണം. സോറി ദേവി, നീ ചെയ്തത് എത്രമാത്രം വലിയ ശരിയാണെന്ന് തിരിച്ചറിയുന്നു. ഇതിപ്പോ കറിയല്ലോ. ദേവികേ, ദേവികെ, അന്ന് നിന്നെ വിളിച്ചു വരുത്തിയപ്പോ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. നന്ദനെ പോലെ ഒരാളെ കിട്ടുന്നത് നിന്റെ ഭാഗ്യമാണെന്ന്. ശരിയല്ലേ? ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ ഞാനെന്ന് പറഞ്ഞത് എന്തുമാത്രം ശരിയാണെന്ന്? ഒരു തെറ്റ് സംഭവിച്ചതിന് ക്ഷമ ചോദിച്ചു, അതും പരസ്യമായിട്ട്, ഒരു മടിയും കൂടാതെ. ഇവ മുമ്പ് പറഞ്ഞതിനെ ന്യായീകരിക്കാനോ വാദിച്ച് ജയിക്കാനോ പോയില്ല. നിങ്ങളിപ്പോ എന്തുമാത്രം സന്തോഷം അനുഭവിക്കുന്നുണ്ടോ അതിന്റെ ഇരട്ടി സന്തോഷമാണ് ഞങ്ങൾക്ക്, അല്ലേ മേ? സത്യം, ഞാൻ ഓരോ ദിവസം പ്രാർത്ഥിക്കുകയായിരുന്നു തെറ്റിദ്ധാരണകളൊക്കെ മാറണേന്ന്. അതെ, എല്ലാ പ്രതിസന്ധിയും ഒരുമിച്ച് നേരിട്ട നിങ്ങള് ഈ വിഷയത്തിൽ രണ്ട് ഭാഗമായിട്ട് നിന്നതാ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാതെ പോയത്. എന്തായാലും ഒക്കെ കഴിഞ്ഞു. പറയില്ലേ ഈ അഗ്നിശുദ്ധി വരുത്താന്നൊക്കെ? അങ്കിൾ അഗ്നിശുദ്ധി വരുത്തി കഴിഞ്ഞു. തനൂജയുടെ അച്ഛൻ മറ്റാരോണെന്നും അത് തനൂജയ്ക്ക് മനസ്സിലായെന്നും വന്നു. എല്ലാം അവസാനിച്ചല്ലോ സന്തോഷമായിട്ട്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.